പാട്ടിന്റെ ചടുല താളമേളങ്ങളും മത്സരത്തിന്റെ ആവേശാരവങ്ങളുമായി നമുക്ക് ആരംഭിക്കാം. ദിസ് ഇസ് നാസ്കോ സിമൻസ് പുത്തൻകുട്ടിക്കുപ്പായം പവേർഡ് ബൈ ആധാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റഡ് ബൈ കിവി ഐസ്ക്രീംസ്. ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മത്സരത്തിന് മുൻപ് നമ്മുടെ പെർമനന്റ് പാനൽ ഓഫ് ജഡ്ജസിനെ വെൽക്കം ചെയ്യാണ്. ഫൈസൽ മാഷ്, രഹനത്ത ആൻഡ് അൻവർ ഖാൻ. നമ്മുടെ കുട്ടികളുടെ പാട്ടുകളൊക്കെ കൂടുതൽ മനോഹരമാക്കി കൊടുക്കുന്ന നമ്മുടെ ഓർക്കസ്ട്ര ടീം. ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് പെർഫോമൻസുമായി എത്തുന്നു റസീൻ. റസീനെ, ഈ ഡെക്കറേഷൻ ഇനിയും മാറിയിട്ടില്ല അല്ലേ? വേദന ഇല്ലാതെ വെറുതെ ഇട്ടോണ്ട് വരുന്നതാണോ? ഓരോരുത്തർ കയ്യിൽ സിറിഞ്ചുമായി വരുന്നു, ചിലർ കയ്യിൽ ഫ്രാക്ചറുമായി വരുന്നു. സംശയിക്കേണ്ടതുണ്ട്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ഇന്റേണൽ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ച് അന്വേഷിക്കുന്നുണ്ട്. കള്ളത്തരങ്ങാനും പൊക്കിയാൽ ശരിയാക്കും. ഇന്ന് ഏത് റൗണ്ടിൽ ഏത് പാട്ടാ പാടുന്നത്? ജഡ്ജസ് ചോയ്സ് റൗണ്ടിലെ മനസ്സി മസ്ജിദിൽ പാട്ട്. ഓക്കെ, അപ്പം മുമ്പത്തെ പെർഫോമൻസസ് ഒക്കെ കണ്ട് ഇംപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണ് എല്ലാവരും. അതുപോലെ തന്നെ ആവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
റസീനെ, എന്ത് തോന്നി പാടിക്കഴിഞ്ഞിട്ട്? കുഴപ്പമില്ലാന്ന് തോന്നുന്നു. കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടോ നമുക്ക് ചോദിച്ചു നോക്കാം. ഫൈസൽ മാഷെ, ജഡ്ജസ് ചോയ്സ് അല്ലേ? ഇതാര് പാടിയാ? MG ശ്രീകുമാർ സാർ. MG ശ്രീകുമാർ സാറ് പാടിയ നല്ലൊരു പാട്ടാണിത്. ബാപ്പു വെള്ളിപറമ്പിൻ്റെ മസ്ജിദ് എന്ന് പറയുന്ന ഒരു ആൽബമാണ്. ഇത് ഒരുപാട് ആളുകളൊക്കെ എടുത്ത് പാടുന്ന പാട്ടാണ്. ഒന്നാമത് അതിൻ്റെ തുടക്കം ഒരു ഗംഭീരമാണ്. മനസ്സിൻ മസ്ജിദിൽ മുസല്ല വിരിച്ച്, നല്ലൊരു തുടക്കമാണ് ആ പാട്ടിന്. മോനെ, രണ്ടാമത്തെ വരി ഒന്ന് പറയൂ. രണ്ടാമത്തെ വരി ഒന്ന് പറഞ്ഞാൽ മതി. മനസ്സി മസ്ജിദിൽ മുസല്ല വിരിച്ച് മഞ്ഞാനിലേക്കു ഞാൻ സുജൂദിൽ. മന്നാനിലേക്ക് മന്നാനിലേക്ക് ഞാൻ സുജൂദിൽ. മന്നാനിലേക്ക് ഞാൻ ആദ്യം മുതലൊന്ന് പറയും. മന്നാനിലേക്ക് ഒന്ന് പറയും. മഞ്ഞാനിലേക്കു ഞാൻ. കുഴപ്പമില്ല, ചെറിയൊരു അച്ചരപ്പുച്ചലുണ്ട്. ഞാനതിങ്ങനെ ശ്രദ്ധിച്ചു. അത് കുഴപ്പമില്ല. പക്ഷെ വെറും പാട്ട് പാടുമ്പോൾ അറിയാതെ ഒപ്പിക്കുന്നൊക്കെ ഉണ്ട്. അത് വലിയ പ്രശ്നമൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. ചില സ്ഥലത്ത് നമുക്ക് അങ്ങനെ തോന്നും. ചില ആളുകളൊക്കെ അങ്ങനെ ഈ ഞാൻ ഒരു വിഷയമുണ്ട്. ശ്രദ്ധിക്കണം കേട്ടോ. ഈ പാട്ടിനത് വലിയ തോതിൽ ബാധിച്ചിട്ടൊന്നുമില്ല. എന്നാലും എനിക്കിങ്ങനെ സംശയം വന്നതാണ്. MG ശ്രീകുമാർ സാർ എത്രയോ നല്ല പാട്ടുകൾ നമുക്ക് പാടുന്നുണ്ട്. അതിൽ ഏറ്റവും ഹിറ്റായ പാട്ടുകളിൽ ഒന്നാണിത്. ഞങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിലും വലിയ പെർഫോമൻസ് ഒക്കെ റസീൻ ഇവിടെ കാട്ടി എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊരു കുഴപ്പമുണ്ടായിട്ടല്ല. ഫുൾ മാർക്കൊക്കെ വാങ്ങിയില്ലേ? 2 വട്ടം വാങ്ങി. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. അവിടേക്ക് ഇത് എത്തിയോ എന്നുള്ളൊരു കൺഫ്യൂഷന്. റസീൻ കുറച്ച് മോശമായി പാടിയിരുന്നെങ്കിൽ ഞങ്ങൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പോൾ നേരത്തെ ഗംഭീരമായി പാടിയത് കൊണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യും. ഈ പാട്ടിൽ വേണ്ട കാര്യങ്ങളൊക്കെ മോൻ ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ട്. കാരണം MG പാടിയതല്ലേ. MG അങ്ങനെ ഓളത്തിൽ പാടിയൊരു പാട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി ഇപ്പം തന്നെ മോൻ സീരിയസ് ആണ്. എന്നാലും ചെറിയ പഴുതുകളുണ്ടെങ്കിൽ അതുകൂടി ശ്രദ്ധിക്കണം. പഴുതുകൾ അടക്കണം. ഓക്കെ, താങ്ക് യു മാഷെ. രഹനത്ത, റസീൻ, ശരിക്കും മോനെ അത് പിച്ച് ഒറിജിനൽ ഇതാണോ മോനെ? അല്ല അല്ല. അല്ല, നല്ല ഹൈ ആണോ? അത്യാവശ്യം. നന്നായിട്ട് കുറച്ചോ? അതാണ് അതിൻ്റെ അതിലൊന്ന് പാടി നോക്കിയിരുന്നോ മോൻ? പാടി നോക്കിയിരുന്നു, പക്ഷെ ഭയങ്കര ബേസ് പോലെ. ഭയങ്കര ബേസ് വരും, ബേസിന്റെ ഭാഗത്ത്. ആ പിച്ചൊന്ന് പിടിച്ചൊന്ന് മോനൊന്ന് 2 വരി ചെയ്യാൻ പറ്റുമോ? മനസ്സിൻ മസ്ജിദിൽ അതല്ലേ? മനസ്സിൻ മസ്ജിദിൽ മുസല്ല വിരിച്ച് മഞ്ഞാനിലേക്കു ഞാൻ സുജൂദിൽ അതിന്റെ മുകളിൽ പറ്റില്ല. മുകളിലത്തെ ഒക്ടേവ് പറ്റില്ലേ മോനെ? മനസ്സിൻ മക്കളിത് മനസ്സിൻ പറ്റൂല. സോറി. നിങ്ങളുടെ പ്രായത്തിന്റെ ഒരു വിഷയം ഇതിനകത്തുണ്ട്. മനസ്സിൻ മസ്ജിദിൽ മുസല്ല വിരിച്ച് എന്ത് ഭംഗിയല്ലേ? റിയൽ ശ്രുതിക്ക് പാടുമ്പോൾ ഒരു ഭംഗിയുണ്ട്. അപ്പോൾ അത് പിന്നെ കുട്ടികളാകുമ്പോൾ അങ്ങനെ ചില കൺസെഷൻസ് നമ്മൾ തരും. അല്ല, അപ്പൊ എന്താ പറയാ, ചില സോങ് അതൊരു ഡൗൺ ആയിട്ട് ഫീൽ ചെയ്യും. അവിടെ ചെയ്യേണ്ട ഒരു പണിയുണ്ട് മോനെ. നമ്മുടെ കംഫർട്ടായ ഒറിജിനൽ പിച്ചിന് പാടാൻ പറ്റുന്ന ഒരു പാട്ട് പാടുക. സെലക്ട് ചെയ്യാം. സെലക്ഷൻസ് മാറ്റേണ്ടി വരും അങ്ങനെയുള്ള അവസരങ്ങൾ. കാരണം ഇതൊക്കെ പറയണ എന്താന്നറിയോ, പാട്ടിന്റെ സോൾ അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയല്ലേ? അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ റസീൻ ഇതിന്റെ അപ്പുറത്തേക്ക് പാടി വെച്ചുകൊണ്ടാണ്, അതാണത്. അപ്പോൾ എനിക്ക് അല്ലേ, ഇവിടെ പറഞ്ഞ തന്നെയാണ് അതിന്റെ കറക്റ്റ്. നമുക്കനുസരിച്ച്, കാരണം അത്രയും ടഫ് സോങ് ഒക്കെ ഒത്തിരി ഞങ്ങൾക്ക് അല്ലേ. ഇത് വിചാരിച്ച് ഇത് പാടിയത് മോനെ അങ്ങനെ ഒട്ടും മോശമായിട്ടില്ല. മോൻ ആ പിച്ചിൽ ഇതങ്ങല്ലേ ഈ ഏരിയ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു യഥാർത്ഥ പിച്ചിലേക്ക് വരുമ്പോൾ ആ സോങ് അങ്ങനെ ഉണ്ടാവില്ല. ആ ഒരു നല്ല കളർ വ്യത്യാസം ഉണ്ടാവും. എന്താണ് ഈ കളർ എന്നൊക്കെ ആയിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. അതൊക്കെ കുറച്ചും കൂടി വലുതാവുമ്പോൾ എന്തായിരുന്നു പറഞ്ഞെന്നൊക്കെ മനസ്സിലാവും കേട്ടോ, ആ ടെക്നിക്കൽ വശമൊക്കെ. അപ്പോൾ റസീൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞു പോയില്ലേ, നമ്മൾ പ്രതീക്ഷിക്കും ഇനി അങ്ങോട്ട് എന്നൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെലക്ഷൻ നന്നായിട്ട് മസ്റ്റായിട്ട് കാരണം ഇനി നന്നായിട്ട് റൗണ്ട്സ് മുറുകും. കണ്ടില്ലേ, ഇപ്പം തന്നെ കണ്ടില്ലേ, ടൈറ്റായിട്ടല്ലേ വരുന്നേ. അപ്പം നമ്മൾ ആ പാട്ട് സെലക്ഷൻ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ നേരത്തെ പാടിയതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്
അതിനോളം കിടിലം പിടിക്കുന്ന പാട്ടുകൾ അവനവൻ്റെ പിച്ചിന് എടുത്തിട്ട് തന്നെ ശ്രദ്ധിച്ച് സെലക്ഷൻ നന്നായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇത് എം ജി സാർ പാടിയ പാട്ടാണ്, മോശം അതിൻ്റെ അല്ല, ഇതിപ്പോൾ പിച്ചിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മോന് ക്ലിയർ ആയിന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ മോനെ. താങ്ക് യു ഇത്ത. അൻവർക്ക. റസീനെ, നിനക്ക് പറ്റുന്ന ശ്രുതിക്ക് നീ പക്കാവായിട്ട് പാടിയിട്ടുണ്ട്. ഞങ്ങൾ ഇനി ജഡ്ജസ് ഒരു ചില നിബന്ധനകൾ വയ്ക്കാൻ പോവുകയാണ്. ആയതുകൊണ്ട് നിങ്ങളൊരു പാട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നോട്ട് വരെ കുറയ്ക്കാം, അല്ലെങ്കിൽ അര നോട്ടേ നമ്മുടെ മനസ്സിലുള്ളൂ കുട്ടികളായതുകൊണ്ട് ഒരു നോട്ട് വരെ കുറയ്ക്കാം. അതിനപ്പുറം ഒരു 2-3 നോട്ടൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പാട്ടിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെട്ടു പോകുന്നതുകൊണ്ട് ഒന്നുകിൽ ആ പാട്ട് മാറ്റണം, വേറെ പാട്ട് നോക്കണം, അല്ലെങ്കിൽ ആ പാട്ട് ഒരു നോട്ടിനപ്പുറം താഴ്ത്താൻ പാടില്ല എന്നുള്ളത് സ്ട്രിക്ട്ലി ഓർഡറാണ്. അത് ഓർക്കസ്ട്ര മെമ്പേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പല പാട്ടിൻ്റെയും ഇത് എന്താ പറയുക, അതിൻ്റെ ഒരു ഭയങ്കരമായിട്ട് കുറയ്ക്കുമ്പോഴേ, ഇപ്പോൾ ഒരു പാട്ട് വരാഗയുടെ ശ്രുതിയിട്ടെ, വരാഗനദി, ഞാനൊരു ഉദാഹരണം മനസ്സിലാവേണ്ട ഒരു ഉദാഹരണം പറഞ്ഞുതരാം. വരാഗ നദിക്കരയോരോ ഒരേ ഒരു പാർവയ പാത്ത്, ഇത് ഒരു നോട്ട് കുറച്ച്. വരാഗ നദിക്കരയോരോ, കുഴപ്പമില്ല, ഒരു നോട്ട് കുറച്ചാൽ കുഴപ്പമില്ല, ഒരു 2 നോട്ട് കുറച്ച്. വരാഗ നദിക്കരയോരോ ഒരേ ഒരു പാർവയ പാത്ത്, ഭയങ്കര സുഖമാണ് പാടാൻ, പക്ഷെ പാട്ടിൻ്റെ ആ ഒരു ഊർജം അങ്ങ് പോയില്ലേ. അപ്പം അത് 2 നോട്ടൊക്കെ കുറയ്ക്കുമ്പോൾ ഒരു നോട്ട് കുറച്ചാൽ പിന്നെയും കുഴപ്പമില്ല. കുട്ടികളായതുകൊണ്ട് അങ്ങനെ ഒരു കൺസെഷൻ തരാം. ബട്ട് അതിനപ്പുറം കുറയ്ക്കാൻ ഇനി മുതൽ അനുവാദമില്ല. അങ്ങനെ കൂടുതൽ കുറച്ച് പാടണം എന്നൊരു നിർബന്ധം മത്സരാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്നു കഴിഞ്ഞാൽ ആ സമയം പാട്ട് മാറ്റി വേറെ പാട്ട് മാറ്റി പിടിക്കാനുള്ള ഒരു സമ്പൂർണ്ണമായ ഉത്തരവാദിത്വം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. കാരണം പല പാട്ടിൻ്റെയും ഇത് നഷ്ടപ്പെട്ടു പോകുന്നു, തനിമ നഷ്ടപ്പെട്ടു പോകുന്നു. സംഗീത സംവിധായകർ ചുമ്മാ അല്ലല്ലോ ഒരു പാട്ടിന് ശ്രുതി കൺഫേം ചെയ്യുന്നത്. അവരുടെ ആ ശ്രുതിക്ക് പാടിയാലേ നന്നാവൂ എന്നുള്ളതുകൊണ്ടാണ് ആ ശ്രുതി കൺഫർമേഷൻ വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുട്ടികളായതുകൊണ്ട് ഒരു നോട്ട് കുറയ്ക്കാം, അതിലപ്പുറം ഇനി മുതൽ നടക്കൂല. കേട്ടോ മക്കളെ, പേടിക്കില്ലേ? നീ നന്നായി പാടി, ഉഗ്രനായി പാടി. ഈ പാട്ട് നിനക്ക് പറ്റുന്ന ആ ശ്രുതിക്ക് നീ അടിപൊളിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. മുമ്പ് നിൻ്റെ ഭീകര 1-2 പെർഫോമൻസ് കണ്ടുപോയതിൻ്റെ ഒരു കുഴപ്പം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്. ഇനി അപ്പോൾ പലർക്കും ഇതൊരു പങ്കെടുക്കുന്ന പല കുട്ടികൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ഒരു ബാഡ് ന്യൂസ് ആയിരിക്കും. നമ്മളത് കാര്യമാക്കുന്നില്ല. കാരണം ഷോയുടെ ആ ഒരു കളറ് കൂടുതൽ ഭംഗിയാക്കാനുള്ള ഒരു ചെറിയ നടപടിക്രമമാണ് ജഡ്ജസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്, എൻ്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച്. കാരണം എനിക്ക് ഈ ശ്രുതി കുറയ്ക്കുന്നത് ഈ പോലൊരു ദേഷ്യം വേറെ ഒന്നുമില്ല മോനെ. കാരണം എന്താ പറയുക, ഞാൻ ഒരു പാട്ടിൻ്റെ അടുത്ത ശ്രുതിക്ക് പാടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ടൊക്കെ ആവാം, ഒരു നോട്ട് വരെ കുറച്ചാൽ മതി കേട്ടോ. അടിപൊളി. അപ്പോൾ പാട്ടിൻ്റെ സെലക്ഷൻസ് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. നന്നായി മക്കളെ. താങ്ക് യു അക്ക. അപ്പോൾ കമൻസ് ഒക്കെ കേട്ട് വരണ്ടോ? ചെറുതായിട്ട് ഒരു പേടി, ചെറുതായിട്ടൊരു പേടിയുണ്ട്. നമുക്ക് മാർക്സ് കേട്ടിട്ട് തീരുമാനിക്കാം. ഫൈസൽ മാഷെ, ഔട്ട് ഓഫ് 35 പാടിയതിൽ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിച്ച് വിഷയം അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നം തന്നെ, അതുകൊണ്ടാണ്. 34 ഔട്ട് ഓഫ് 35. റഹ്നത്ത? ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, കാരണം അല്ലേ ശരി ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ, ഇത്രയും അല്ലേ ഉദാഹരണം അടക്കം തന്നെ മോന് പറഞ്ഞു തന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചാൽ മതി. 34 കേട്ടോ. 34 ഔട്ട് ഓഫ് 35. ഔട്ട് ഓഫ് 30 അൻവർക്ക? 28.5. 28.5 ഔട്ട് ഓഫ് 30. സോ 100 96.5 ആണ് മാർക്ക്. ഹാപ്പിയാണോ മാർക്കില്? അപ്പോൾ മുമ്പുള്ള പെർഫോമൻസ് അവര് പാട്ട് മോശമെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ പറഞ്ഞ പോയിന്റ് ഇനി അടുത്ത പാട്ടില് മൈൻഡിൽ വെച്ച് വരണം. ഏതാ ഇനി റൗണ്ട് ബാക്കിയുള്ളേ? ഇനി ഫിലിം സോങ്. അപ്പം അതില് ഈ പറഞ്ഞ പോയിന്റ്സ് മൈൻഡിൽ വെച്ചിട്ട് തന്നെ വരണം. ഓക്കെ, സീ യു. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം നമ്മളുടെ റസീന്റെ ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസോട് കൂടിയായിരുന്നു. അടുത്തതായി പെർഫോം ചെയ്യാൻ എത്തുന്നു റൈഹാന. റൈഹാന കുട്ടി, നല്ല വെറൈറ്റി കോസ്റ്റ്യൂം ആണല്ലോ, ചിറകൊക്കെ ഉണ്ടല്ലോ. റെഡിമെയ്ഡ് വാങ്ങിച്ചാണോ?
ആണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഏത് റൗണ്ടിൽ ഏത് പാട്ടാ പാടുന്നത്? ഫിലിം റൗണ്ട് പാട്ട് മാനത്തെ പെണ്ണെ. ഓക്കെ. അപ്പോൾ നല്ല സെറ്റായിട്ടാണ് വന്നിട്ടുള്ളത്. മുമ്പത്തെ റൗണ്ടിൽ മാർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമുണ്ടായില്ല. കുഴപ്പമുണ്ടായി. റെയ്ഹാന, ഓ ഒരു കുഞ്ഞു പാട്ട് പോലെ തോന്നി. പെട്ടെന്ന് കഴിഞ്ഞു. ഞാനിങ്ങനെ കയ്യൊക്കെ അടിച്ച് വരുമായിരുന്നു. പെട്ടെന്ന് തീർന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു. ഫൈസൽ മാഷേ? റെയ്ഹാനെ പോലെ തന്നെ ഒരു പാട്ട്, നിഷ്കളങ്കമായൊരു പാട്ട് അല്ലേ? നമ്മളിങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കാം. 1964 കറുത്ത കൈ എന്ന സിനിമക്ക് ഒക്കെ അറിയോ? ആരത് പാടിയത്? പി ലീല ചേച്ചി. ആ, ആരാ സംഗീതം ചെയ്തത്? ബാബുരാജ്. ആ, MS ബാബുരാജ്, ബാബുക്കയാണ്. ഇത് 1964 കറുത്ത, ഒരുപാട് നല്ല പാട്ടുകളുടെ സിനിമയാണ്. ബാബുക്കയുടെയും ബാബുക്കയുടെ ഒരു 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 ലാളിത്യം ഈ പാട്ടിന് കൃത്യമായിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ, പക്ഷെ മോൾ അതിങ്ങനെ കേട്ടിരിക്കാൻ സുഖമുണ്ടായിരുന്നു. ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായി, പക്ഷെ അവസാനം മോളങ്ങ് സ്കോർ ചെയ്തു. ഈ സെലക്ഷൻ വളരെ വളരെ സൂക്ഷ്മമായി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത ഒരാളാണ് റെയ്ഹാന മുത്തു. അത് ഞാൻ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരു അബദ്ധം ഒരു കാരണവശാലും സംഭവിക്കില്ല എന്ന് പൂർണ്ണമായ ബോധ്യം അത് വീട്ടിലുള്ള സാഹചര്യങ്ങളിലുകൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ ക്ഷേമന്മാർ വീട്ടിലുണ്ട്, അതാണ് ഇതിൻ്റെ പ്രശ്നം. ഏതൊക്കെ പാടിയാൽ എങ്ങനെ പോവും എന്നൊക്കെ കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് അത് വളരെ എന്താ പറയുക, അത് വലിയൊരു ഗുണമാണ് കേട്ടോ. ആ തിരിച്ചറിവ് വലിയൊരു ഗുണമാണ്. ഇതാര് പാടിയാലും അബദ്ധങ്ങളൊന്നും സംഭവിക്കുകയില്ല ഈ പാട്ടിന്. അങ്ങനെ ഒരു സേഫ് സോൺ, അതാണ് മോളുടെ ഒരു സെലക്ഷൻ്റെ പ്രത്യേകത. അത് ഭംഗിയായി പാടി. ചെറിയ ചെറിയ വിഷയങ്ങളുണ്ട്, എന്നാലും മോളുടെ ഒരു നിഷ്കളങ്കമായ ഒരു ഭാവത്തിൽ എപ്പോഴും പാടുന്ന കുട്ടി എന്നുള്ളതൊക്കെ ഇഷ്ടമായി ആ പാട്ട് പാടിയത്. താങ്ക് യു.
താങ്ക് യു മാഷെ. രഹനത്ത. റൈഹാന, ഓ തുടക്കം മുതൽ അവസാനം വരെ തന്നെ നല്ല ചിരിച്ചും കൊണ്ടാണ് റൈഹാന പാടിയിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ആ താങ്ക് യു. ഒരു അനുപലവിക്ക് എത്തിയപ്പോൾ ഏതോ ഒരു പോർഷൻ ശരിക്കും നല്ലൊരു എക്സ്പ്രഷനൊക്കെ ആയിരുന്നു മുഖത്ത് കൊടുത്തിരുന്നത് കേട്ടാ. നല്ല ചിരിച്ചും കൊണ്ട് തന്നെ അവസാനം വരെ പാടിയിട്ടുണ്ട്. എനിക്ക് തോന്നിയൊരു കാര്യം, പല്ലവിയിലിങ്ങനെ കുഞ്ഞി കുഞ്ഞി കുഞ്ഞില്ലേ അങ്ങനെയുള്ള കുരുട്ടല്ല, കുരുട്ട് നമ്മൾ പറയുമ്പോൾ ബുദ്ധിമുട്ടിനല്ലേ നമ്മൾ പറയുക. നമ്മുടെയൊക്കെ ഒരു ഭാഷയാണ് കേട്ടോ ഈ കുരുട്ട് സംഗതി ഇതൊക്കെ പറയണത്. ഇതൊരു മാനത്തെ പെണ്ണേ അല്ലേ? ആ പാട്. മാനത്തെ പെണ്ണേ മൈലാഞ്ചി പെണ്ണേ ഞാനൊന്നു ചോദിച്ചാൽ ചൊല്ലൂലേ, മഴവില്ലിൻ നാട്ടിൽ അഴകിൻ്റെ വീട്ടിൽ മാരനെത്തുന്നതിന്നാണോ, മണിമാരനെത്തുന്നതിന്നാണോ? ഇപ്പം എല്ലാം പാടിയത് കറക്റ്റായിരുന്നു. കാരണം അങ്ങനെ അത് എന്ന് വെച്ചാൽ തുടക്കത്തിലാണ് അതിൻ്റെ ഒക്കെ ഒരു കുഞ്ഞ് ആ ഇത് വന്നത്. പക്ഷെ തിരിച്ച് രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തെടുപ്പം അത് ക്ലിയർ ചെയ്ത് കിട്ടിയിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് അതൊന്ന് എന്തൊക്കെയാണെന്ന് സ്ലോ ആയിട്ട് പാടിക്കുമ്പോൾ ഒന്നും കൂടി കൃത്യമായിട്ട് കിട്ടുമല്ലോ. അതിനാട്ടോ മോളൊന്ന് പാടിപ്പിച്ച്. പിന്നെ ഇതൊരു കുഞ്ഞു പാട്ടാണ്, അതൊക്കെ വിശദീകരണം മാഷിനെ തന്നു. നേരത്തെ ഇതിലൊക്കെ ഒരു ഏതായിരുന്നു മറ്റേ നമ്മുടെ റിമി പാടിയുള്ളൊരു നിലാവേ നീയൂർ, അതൊക്കെ എടുത്തിരുന്നേ. ആ ഇനി അങ്ങോട്ടേക്ക് വരുമ്പോൾ എനിക്ക് നേരത്തെ പറയാനുള്ളത് തന്നെ നന്നായിട്ട് തന്നെ വീട്ടിലിരിക്കുന്ന ആ പ്രഗത്ഭനോട് നല്ല പാട്ടുകൾ എടുത്തിട്ട് കേട്ടോ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള വശങ്ങളൊക്കെ ആ വീട്ടിൽ തന്നെ ഉണ്ട്, എനിക്കറിയാലോ കേട്ടോ. ഖവാലി സോങ്സ് ഒക്കെ ആ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ച് കേട്ടോ വരണം. ഇതിൽ കുഞ്ഞ് എന്നാലും കുഴപ്പമില്ലാണ്, നല്ലൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടിരിക്കാൻ കേട്ടോ മോളെ. ഓക്കെ താങ്ക് യു രഹനത്ത. അൻവർക്ക. റൈഹാന, ഓ പഴയ പാട്ട് ഞാൻ ജനിക്കുന്നതിന് 9 വർഷം മുന്നേ ഉള്ള പാട്ടാണ്. ഒരു അരുമ തോന്നുന്ന പാട്ടാണ്, നമുക്ക് ഓമനിക്കാൻ തോന്നുന്ന ഒരു പാട്ട്, കൊച്ചു പാട്ട്. ഞാൻ പെട്ടെന്ന് തീർന്നു പോയതുപോലെ ഞാൻ പെട്ടെന്ന് അയ്യോ ഇനി ഇല്ലേ, ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഇനിയും തുടങ്ങുമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ അപ്പോൾ ഒരു കൊച്ചു പാട്ട്, സുന്ദരമായ പാട്ട്. പണ്ട് കാലത്ത് പാട്ടിനൊക്കെ 7 മിനിറ്റ് 8 മിനിറ്റൊക്കെ ഉള്ള പാട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ കാലത്തും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പാട്ടുകൾ ഉണ്ടാകുന്നത് നല്ല രസമാണ്. അപ്പോൾ അത് മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കുഞ്ഞു പാട്ടുകൾ അന്നും. ഇപ്പോഴാണ് 2 മിനിറ്റ് 2.5 മിനിറ്റിനപ്പുറം ഒരു പാട്ട് പോയാൽ ആളുകൾ കേട്ടിരിക്കില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തി. അതുകൊണ്ട് ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാത്ത 2-2.5 മിനിറ്റിലാണ് ഇപ്പോഴത്തെ പാട്ടുകൾ പോകുന്നത്. ആ നിലക്ക് ഉള്ളൊരു പാട്ട് 2 മിനിറ്റിൽ എനിക്ക് 2 മിനിറ്റിനകത്ത് പാട്ട് തീർന്നു പോയെന്ന് തോന്നുന്നു അല്ലേ? ഈ പാട്ട് 2-2.5 മിനിറ്റിൽ തീർന്നു പോയി. സാധാരണ മാപ്പിളപ്പാട്ട് 3 സ്റ്റാൻസൊക്കെ ഉണ്ടാവാറുണ്ട്, ഒരു 7-8 മിനിറ്റ് പോകുന്നതാണ്. മൈലാഞ്ചി പെണ്ണെ ഞാനൊന്ന് ചോദിച്ചാൽ മഴവില്ലിൻ നാട്ടിൽ ഏതാ നോട്ടത്? മഴവില്ലിൻ മാനത്തെ പെണ്ണേ അത് പറഞ്ഞ മഴവില്ലിൻ പാട്ട് മഴവില്ലിൻ നാട്ടില് അതാണോ? മഴവില്ലിൻ നാട്ടില് അതന്നെ. അത് നമുക്ക് ഇവിടെ കേൾക്കാത്ത പോലെ തോന്നിയത്. മഴവില്ലിൻ നാട്ടില് അതല്ലേ നോട്ട്? കറക്റ്റ്. അഴകിൻ്റെ വീട്ടില് വീട്ടില് അതല്ലേ നോട്ട്? കറക്റ്റായിട്ട്. അപ്പോൾ ആദ്യ 2 പ്രാവശ്യം ശരിയായില്ല, പിന്നീട് ലാസ്റ്റ് റിപ്പീറ്റ് പല്ലവി വന്നപ്പോഴാണ് അതിനൊരു കറക്റ്റ് ഒരു വ്യക്തത വന്നത്. നമ്മൾ കേൾക്കാത്തതുകൊണ്ടായിരിക്കും, ഈ ഓർക്കസ്ട്രയുടെ ഒരു ഇതിൽ കേൾക്കാത്തതായിരിക്കും. പിന്നീട് അത് കറക്റ്റായി പാടി. അതൊരു നല്ല ചേഞ്ചായിട്ടുള്ളൊരു നോട്ടാണത്. പെട്ടെന്ന് അത് പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു നോട്ട്. വളരെ ഭംഗിയായിട്ട് തന്നെ പാടി. കുഴപ്പമില്ല റൈഹാന മോളെ, കൊച്ചു പാട്ടായി പോയി. ആ ഒരു വിഷമേ ഉള്ളൂ, ചെറിയ പാട്ടായി പോയി, പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളൊരൊറ്റ ഒരു ഇതേ ഉള്ളൂ. നന്നായി. താങ്ക് യു അൻവർക്ക. മാർക്സ് ചോദിക്കാം. ഫൈസൽ മാഷ ഔട്ട് ഓഫ് 35. 33.5. 33.5 out of 35. Rahanata. 33.5. 33.5 and out of 30. Anvarka. 28.5. 28.5 out of 30. അപ്പോൾ ഓൺ ടോട്ടൽ ഔട്ട് ഓഫ് 100 95.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. മുൻപത്തെ റൗണ്ടിൽ എത്രയായിരുന്നു മാർക്ക്? 95. 95. അപ്പോൾ ഒരു 0.5 നമ്മൾ ചെറിയ പടികൾ വെച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇനിയുള്ള റൗണ്ടുകളിൽ ചെറിയ ചെറിയ പടികൾ പോരാ,
വലിയ ചാട്ടമൊക്കെ വേണ്ടി വരും. അപ്പൊ അടുത്തൊരു പാട്ടും കൂടി ഇല്ലേ, അതിൽ കുതിച്ച് ചാടണം കേട്ടോ, ബുക്ക് കുത്തി വീഴരുത്. നല്ല ചാടി കറക്റ്റായിട്ട് ലാൻഡ് ചെയ്ത് നല്ല പെർഫോമൻസ് ആയിട്ട് വരണം. ഓക്കെ, സീ യു. നമ്മുടെ റസീൻ്റെയും റൈഹാനയുടെയും ഒക്കെ പെർഫോമൻസ് ആയിട്ട് നമ്മുടെ ഈ എപ്പിസോഡ് ഇങ്ങനെ നല്ല രീതിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനുള്ള സമയമാണ്. ഫൈനൽ പെർഫോമൻസുമായി എത്തുന്നു അസ്ല. അസ്ലഹേ, നീ ഏത് റൗണ്ടിലാണ് പെർഫോം ചെയ്യുന്നേ? കോമഡി റൗണ്ട്. കോമഡി റൗണ്ട്. ഞാൻ ചോദിക്കണം വിചാരിച്ചു, നീ അസ്ലഹ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നന്മ ചെയ്യുന്നവൻ. നന്മ ചെയ്യുന്നവൻ. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ അസ്ലഹ് എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രൊണൗൺസിയേഷൻ ഒരു ഫുൾ ആവാത്ത ഫീലാണ് ഞാൻ പറയുമ്പോ. നല്ല പാട്ട് പാടുന്നവൻ എന്ന് കൂടി ഒരു അർത്ഥം വന്നേ കൊള്ളായിരുന്നല്ലേ. അപ്പൊ അങ്ങനെ അല്ല, ആവട്ടെ. നന്മ ചെയ്യുന്നവർ നല്ല പാട്ടുകൾ പാടും. അപ്പൊ നല്ല പോലെ പാടാൻ പറ്റട്ടെ. റൗണ്ടിൽ ഏത് പാട്ടാന്ന് പറഞ്ഞേ? എന്താണ് ഈ പ്രേമം? ഓക്കെ, കോമഡി റൗണ്ടാ? അതെ. ഓക്കെ. അപ്പൊ പാട്ടിന്റെ തുടക്കം കേട്ടിട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നല്ല കോമഡി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. രക്തസാക്ഷികളെ, രക്തസാക്ഷികളെ, പ്രണയത്തിൻ പടക്കളത്തിലിറങ്ങി സധീരം പടവെട്ടി മരിക്കുന്ന മരിക്കാനിരിക്കുന്ന രക്തസാക്ഷികളെ, എന്താണീ പ്രേമം? എന്ത് കുന്താണീ പ്രേമം? എന്താണീ പ്രേമം? എന്ത് കുന്താണീ പ്രേമം? അത് എവിടെ തുടങ്ങും ആദ്യം? അത് എവിടെ കുറിക്കും അന്ത്യം? അതിലെന്താണിത്രയും ബഹളം? അതിലെന്താ വിജയം കിരണം? അതുകൊണ്ടെന്താണ് ഉദ്ദേശം? അത് അറിയുക എന്നത് അവശ്യം 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 അവശ്യം. എന്താണീ പ്രേമം? എന്ത് കുന്താണീ പ്രേമം? ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്, ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്. അവളോ ഒരു പൂച്ചെണ്ട്, പിന്നെ അവനോ അതിലൊരു വണ്ട്. ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്. അവളോ ഒരു പൂച്ചെണ്ട്, പിന്നെ അവനോ അതിലൊരു വണ്ട്. അങ്ങനെ കണ്ട് കൊണ്ട് ചെണ്ട് വണ്ട്. എന്താണീ പ്രേമം? എന്ത് കുന്താണീ പ്രേമം? അണഞ്ഞു പ്രേമ വസന്തം, പിന്നെ ചൊരിഞ്ഞു നിസ്തുല ചന്തം, പിന്നെ അനുരാഗ സുമസുഗന്ധം, പിന്നെ അമൃതമാണ് മകരന്തം. കെട്ടിവരിഞ്ഞൊരു ബന്ധം, കെട്ടഴിഞ്ഞു മന്ദമന്ദം. ആ കത്തിയരിഞ്ഞൊരു പന്തം, കെട്ടണഞ്ഞപ്പോൾ വെറും കുന്തം. അത്ഭുത പ്രേമാനന്ദം, പിന്നെ അസഹനീയമത്യന്തം. ആ ദൈവിക പ്രേമബന്ധം, ഒടുവിൽ ദയനീയമാം ദുരന്തം. ദയനീയമാം ദുരന്തം. ആ കത്തിയരിഞ്ഞൊരു പന്തം, കെട്ടണഞ്ഞപ്പോൾ വെറും കുന്തം. ആ കത്തിയരിഞ്ഞൊരു പന്തം, കെട്ടണഞ്ഞപ്പോൾ വെറും കുന്തം. പ്രേമബന്ധം വെറും കുന്തം.
ഒരു കയറ്, ഒരു ചൂടിക്കയറ് കയ്യിലെടുത്ത് അതു കെട്ടി ഒരു മരക്കൊമ്പത്ത് കുടുക്കിട്ട് മുറുക്കി തൻ്റെ കഴുത്ത് എടുത്തൊരു ചാട്ടം കൊടുത്ത് വിശ്വപ്രേമ വൃക്ഷത്തിൻ കൊമ്പത്ത് വിശ്വകാമുകൻ കെട്ടിത്തൂങ്ങിച്ചത്തൂ. പെണ്ണിനു വേണ്ടി ഇതൊക്കെ, ഒരു പെണ്ണിനു വേണ്ടി ഇതൊക്കെ, വെറും പെണ്ണിനു വേണ്ടി ഇതൊക്കെ, എല്ലാം വേണ്ടെന്ന് വെച്ച് മുഴുക്കെ, ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് മുഴുക്കെ, ഒരു ജീവിതം മുമ്പിൽ കിടക്കെ, വലിയൊരു ജീവിതം മുമ്പിൽ കിടക്കെ, ഇവിടെ പെണ്ണുങ്ങൾ ഇനിയും ഇരിക്കെ, വെറും പൊടിച്ചി പട്ടി കണക്കെ, നീ ചാവണമെടോ ഹമുക്കെ, നീ ചാവണമെടോ ഹമുക്കെ ഹമുക്കെ. അല്ല എന്താണീ പ്രേമം, എന്ത് കുന്താണീ പ്രേമം, എന്താണീ പ്രേമം, എന്ത് കുന്താണീ പ്രേമം. അസ്ലഹേ, ശരിക്കും ഒരു കോമഡി റൗണ്ടില് ഇത്രയും എല്ലാരും ചിരിച്ച ഒരു പാട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സെറ്റ് മുഴുവൻ ചിരിക്കുകയായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം അറിയണം, ആ കൂട്ടത്തിൽ ആരെ നോക്കിയിട്ടാണ് നീ വണ്ടേന്ന് വിളിച്ചത്? നിശാന്തേട്ടാ, അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ ഇത്രയും പേര് എല്ലാവർക്കും കണക്കിന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും പക്ഷെ നിശാന്തേട്ടനെ വണ്ടേന്ന് വിളിച്ചു സങ്കടം ഉണ്ടാകും കാര്യത്തിൽ കേട്ടോ. പക്ഷെ നിന്റെ പാട്ട് നല്ല രസമുണ്ടായിരുന്നു. ആരോടാ ചോദിക്കണ്ടേ? ആരവിടെ? എല്ലാരും ചിരിച്ചു മറിഞ്ഞ് ഇരിക്കുകയായിരുന്നു. നമുക്ക് ആരടുത്തും തുടങ്ങണം? അല്ല, നീ പാടിയ പാട്ടിന്റെ ഒരു കടമ വെച്ചിട്ട് നീ തന്നെ പറഞ്ഞു ആരടുത്തും തുടങ്ങണമെന്ന്. ഫൈസൽ മാഷ്. ഞാൻ അങ്ങനെ ഒന്നും പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം. മോനെ, ഈ പിന്നെ ഇതാരെഴുതിയെന്നറിയോ? ആ, ഇത് റിയാലിറ്റി ഷോയിലൊക്കെ മുമ്പ് വന്ന പാട്ടാ. പക്ഷേ അസ്ലഹ് വേറൊരു അസ്ലഹായി. നമ്മളെപ്പോഴും പറയും ആരെയും നോക്കാതെ പാടുന്ന ആളാണ്, പാട്ടിൽ മാത്രം കണ്ണ് ചിമ്മി പാടുന്ന ആളാണ് അവിടെ. പക്ഷെ ഇന്ന് അപാര പെർഫോമൻസ് ആയിരുന്നു. ഇത് ശരിക്കും ഞങ്ങൾക്കാർക്കും എതിരല്ല, സ്ത്രീകൾക്കെതിരാണ്. ഈ കാമുകിമാർക്ക്, വഞ്ചിക്കുന്ന കാമുകിമാർക്കെതിരെയാണ്. അതെന്താ പറയുന്നറിയോ? ഇതിൽ പറയുന്നത് പിന്നെ ഈ പെണ്ണിന് വേണ്ടി കയറ് എടുത്ത് ചാവുണ്ടോ ഹമുക്കെ എന്നാണ് പറയണത്. എസ് എ ജമീൽക്ക ഓരോ കാര്യത്തെക്കുറിച്ചും കൃത്യമായ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതൊരു വീക്ഷണമുള്ള ആളായിരുന്നു. ഞാൻ ഈ പാട്ടിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഒരു ഉദാഹരണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനങ്ങനെ അദ്ദേഹമായിട്ട് ബന്ധമുണ്ടെന്ന് പറയാൻ വേണ്ടി പറയല്ല. എനിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് ഉദാഹരണം പറയുകയാണ്. കാരണം അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ഒരുപാട് ഇങ്ങനെ പ്രണയ നൈരാശ്യം, വിഷയം, ആത്മഹത്യ, ഇതിനൊക്കെ ബുദ്ധിമുട്ടിയ ആളുകൾ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനിൽ ചെല്ലുമ്പോൾ അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം അത് ഇങ്ങനെ കൗൺസിലിംഗ് നടത്തും. അതിന് അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒരു ബസ്സുണ്ട്, ടൗണിലേക്ക്. ആ ബസ്സിലെ ഡ്രൈവറെ ഇഷ്ടമാണ്, കണ്ടക്ടറെ ഇഷ്ടമാണ്, ബസ് നല്ല ബസ്സാണ്, പാട്ടൊക്കെ വെച്ച് പോവാം. ഒരു ദിവസം ഞാൻ ആ ബസ്സിന് വേണ്ടി കാത്തിരുന്നപ്പോൾ ബസ് എന്നെ കാത്തു നിന്നില്ല. ബസ് ഞാൻ കൈ കാട്ടിയിട്ട് നിർത്താതെ പോയി. അപ്പോൾ ടെൻഷൻ അടിച്ച് ഞാൻ വീട്ടിലേക്ക് മടങ്ങുകയാണ്. എന്നെ ആ ബസ് പോയി എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് കോഴിക്കോട്ടേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. പിന്നെ ജീവിതത്തിൽ കോഴിക്കോട്ടേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിക്കുകയാണ്. അതിൻ്റെ കാര്യമൊന്നുമില്ല, അടുത്ത ബസ് കൈ കാട്ടിയാൽ നിർത്തും, അതിൽ കോഴിക്കോട്ടേക്ക് പോയാൽ മതി. ഇത് അദ്ദേഹം പറഞ്ഞൊരു രസകരമായ കാര്യമാണ്. ഒരു പെണ്ണ് ഒരാളെ വഞ്ചിച്ചാൽ വേറെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെയുള്ള ഒരു ഫിലോസഫി, ഒരു കാഴ്ചപ്പാട്, എന്തൊരു ഉപദേശം, നല്ല പ്രേമം എന്ന് പറയുന്നതിന് ഒരു സംഭവമല്ല എന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ എപ്പോഴും അതിനെ സംസാരിച്ചുകൊണ്ടിരിക്കും, വാദിക്കും, അങ്ങനെ പറയും. അദ്ദേഹത്തിൻ്റെ ഒരു കൃത്യമായ കാഴ്ചപ്പാടാണ്. മാത്രമല്ല ആതിര പറഞ്ഞല്ലോ ഇവിടെ എല്ലാവരും ചിരിച്ചു എന്ന്. വരികൾ കൊണ്ട് ആളുകളെ ചിരിപ്പിക്കുക, പാടണമെന്നില്ല. ഈ പാട്ട് പാടണമെന്നില്ല. അതെങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാവും ഇതിൻ്റെ ഹാസ്യം, ഇതിൻ്റെ
എന്താ പറയുക റിയലിസ്റ്റിക് മൈൻഡാണ് ഈ പാട്ടിൽ ശരിക്കുള്ളത്. അത് കടുത്ത ആ തരത്തിൽ ചിന്തിക്കുന്ന ആളാണ്. ഈ ലോകത്തിൻ്റെ ഒരു തരത്തിലുള്ള മോടി, എന്താ പറയുക, സംസാരത്തിലുള്ള പുകഴ്ത്തൽ, അങ്ങനെയുള്ള കപടത ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അദ്ദേഹം. ദുബായ് ഖത്തറിൻ്റെ കഥ നമുക്കറിയാമല്ലോ. എനിക്ക് ഒറ്റ കാര്യം ചോദിച്ചോട്ടെ മോനെ, രക്തസാക്ഷികളെ എന്ന് പറയും. അതെനിക്കും തോന്നുന്നു. അത് പറഞ്ഞാൽ മതി. രക്തസാക്ഷികളെ. ഇപ്പൊ കറക്റ്റാ. പാടിയപ്പോ സാക്ഷി എന്ന് പറഞ്ഞെനിക്ക് തോന്നി. ഇപ്പൊ കറക്റ്റാണ്. പാടിയപ്പോ അവിടെ മാത്രമേ എനിക്കൊരു ഒരു 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 ചെറിയൊരു അടി. വേറെ മോന് വേറൊരു ലോകത്തായിരുന്നു. ഈ പാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഈ സ്ത്രീകളോട് നമ്മൾ പറയാണ്. ഓക്കെ മോനെ, നന്നായി പാടിയിട്ടുണ്ട്. താങ്ക് യു മാഷെ. അപ്പം ഈ പറഞ്ഞ കമന്റിന് മറു കമന്റും അസ്ലന്റെ പാട്ടിനെ കുറിച്ചിട്ടും രഹനത്ത നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടതാണ്. ഞാൻ ശരിക്കും ഇത് എഴുതിയ ആളുടെ നാട്ടിലുള്ള ആളാണ്. സത്യം പറഞ്ഞാൽ ജമീൽക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഷൂട്ടൊക്കെ ഒന്ന് കഴിഞ്ഞു പോയി, ഞാൻ പോയി കണ്ട് ഇതിന് എന്തായാലും ഒന്ന് മറുപടി എഴുതിയിട്ട് എനിക്ക് ആ വയസ്സൽ മാഷൊന്ന് കേൾപ്പിച്ചെടുക്കണം ഞാൻ പറയുമായിരുന്നു. കാരണം എനിക്ക് അത്ര ശക്തമായിട്ട് തന്നെ എഴുതി തരും ചെയ്യുമായിരുന്നു അല്ലേ? തരും. പക്ഷെ അതിനൊന്നും ഒരു വഴിയില്ല. നമ്മുടെ അസ്ലഹിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ കഴിഞ്ഞ പാട്ടിൽ എന്താ അസ്ലഹിനോട് പറഞ്ഞിട്ട് പോയേ? എന്തോന്ന് പറഞ്ഞിരുന്നല്ലോ? വല്ലാത്തൊരു തിരുമ്പി വരലെന്നായി പോയിട്ടോ. ഞാൻ ആ ഒരു എന്താ പറയാ, ഒരു ജീൻസൊക്കെ ഇട്ട് ഒരു നല്ലൊരു ടീഷർട്ടൊക്കെ ഇട്ടില്ലേ, അല്ല ആ ഒരു ഒക്കെ ഇട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊരു കോമഡിക്ക്. ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിച്ചാണ് ഈ പാട്ടും എന്തായിരിക്കും ഇപ്പം ഈ അസ്ലഹ് നമുക്കിങ്ങനെ തരിക. ഇതങ്ങോട്ട് തുടങ്ങിയില്ലേ പ്രേമ, എന്താണ് ഈ പ്രേമം? അവസാനം ചൂടി കയറ്, ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. അങ്ങനെയൊക്കെ അങ്ങോട്ട് ഞങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ. എന്തൊരു ഉപദേശമായിരുന്നു എന്നറിയോ. അത് ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞു തന്നു കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് നോക്കൊന്നും വേണ്ട, അസ്ലഹിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പം ഇതും ഉണ്ട് കയ്യിൽ അല്ലേ? ഇനിയിപ്പോൾ ഒരു പാട്ടല്ലേ ഉള്ളൂ, അതേതാണ്? ഇത് ചോയ്സ്. അപ്പം കോമഡി എന്തായാലും ആ കോമഡി കൊണ്ടുവന്നു ശരിക്കും അസ്ലഹ് കേട്ടോ. അപ്പം അടുത്ത പാട്ടിലേക്കായിട്ട് ഞങ്ങൾ കാത്തിക്കണം കേട്ടോ മോനെ. ഓക്കെ, താങ്ക് യു രഹനത്ത. അൻവർക്ക. അസ്ലഹേ, രക്തസാക്ഷികളെ എന്ന് പറഞ്ഞ് തുടങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ച് ഈ കോമഡി എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വമ്പൻ വിപ്ലവഗാനം പാടാൻ പോകുന്ന വിചാരിച്ച്. സംഭവം പ്രണയത്തിൻ പടക്കളത്തിൽ ഇറങ്ങി സധീരം പടവെട്ടി മരിച്ച പാസ്റ്റ് ടെൻസ്, ഭൂതകാലം. മരിക്കുന്ന പ്രസന്റ് ടെൻസ്, വർത്തമാനകാലം. മരിക്കാനിരിക്കുന്ന, അതായത് ഒരു ഫ്യൂച്ചർ ടെൻസ്, ഭാവി കാലം. എല്ലാ കാലത്തിലും ഇത് വെച്ച് ഇത്രയധികം പ്രേമ നിഷേധിയാകാമോ ഒരു മനുഷ്യന്? ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇത് ഞാൻ ചെയ്യാൻ പോണെന്നറിയാമോ? ഈ ഒരു പാട്ട് മാത്രം സജീരുടെ അടുത്ത് പറഞ്ഞിട്ടേ, മില്ലേനിയം സജീരുടെ അടുത്ത് പറഞ്ഞിട്ട് യൂട്യൂബിൽ അസ്ലഹ് പാടിയ വെർഷൻ യൂട്യൂബിൽ ഇടണ്ടെന്ന് പറയും. കാരണം എന്നറിയാമോ, ഏതെങ്കിലും കാലത്ത് അസ്ലഹിനെ ഹൃദയം തുറന്ന് പ്രേമിക്കുന്ന ഏതെങ്കിലും ഒരു ഉണ്ടാവുന്ന സമയത്ത് പ്രേമം മൂക്കുമല്ലോ, മൂത്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് ആ കുട്ടി അസ്ലഹ് പാടിയ ഈ വെർഷൻ കേട്ട ആ സമയത്ത് അസ്ലഹിനെ കളഞ്ഞിട്ട് പോകും. ഇത്രയ്ക്കും പ്രേമ നിരോധനം വേണോ, പ്രേമ നിഷേധം വേണോ? ഞാൻ ആലോചിക്കാണ്, അങ്ങനെയാണോ? എനിക്കത് ഇതിനൊരു പറഞ്ഞ പോലെ പറഞ്ഞതുപോലെ അല്ല, ഞാൻ ഈ തേച്ചിട്ട് പോകുന്നവർക്കുള്ള മറുപടിയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെ അല്ലാതെ ഉണ്ടല്ലോ, ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്, ആണും പെണ്ണും കണ്ട് അവരങ്ങനെ പ്രേമം കൊണ്ട്, അവളോ ഒരു പൂച്ചെണ്ട്, പിന്നെ അവനോ അതിലൊരു വണ്ട്, അങ്ങനെ കണ്ട് കൊണ്ട് ചെണ്ട് വണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറയണത്. എന്നിട്ട് ഭയങ്കരമായിട്ടതൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മണ്ടയ്ക്കടിക്കുക, പ്രേമത്തിൻ്റെ മണ്ടയിൽ പടക്ക അങ്ങനത്തെ ലിറിക്സാണ്. ഞാൻ ഇത്രയൊക്കെ പ്രേമവിരോധം വേണമെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ ഇത് ഈ ഒരു കോമഡി റൗണ്ടിൽ മക്കള് അസ്ലഹ് ഉഗ്രനായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ.
കലക്കൻ. ഈ വ്യക്തി മരിക്കാനിരിക്കുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എന്തോ വിപ്ലവ ഗാനം വന്നാ വിചാരിച്ചേ. തേച്ച് അത്രയ്ക്ക് അത് എനിക്ക് തോന്നുന്നു ഇത് എഴുതിയ ആരോ ഇപ്പോഴും ഇതൊക്കെ കാലഘട്ടത്തിൽ തേച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെ ദുബായ് മറ്റേ അബുദാബിയിലുള്ള എഴുത്തുപെട്ടിയൊക്കെ എഴുതിയ ജമീലിക്ക തന്നെയാണോ ഇത് എഴുതിയത്? അല്ല, അതില് ദുബായ് അബുദാബിയിൽ പറയുന്നല്ലോ, സംഭവം അതും ഇതും അഭീതം പലതും നടന്നിട്ടില്ലേ, ഇപ്പോഴും നടക്കുന്നില്ലേ, ഇനിയും നടക്കുകയില്ലേ അല്ലേ? നേരത്തെ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചറിന്റെ ആളാണ്. ഭൂതം ഭാവി വർത്തമാനത്തിന്റെ ആളാണ്. നന്നായി പാടി മക്കളെ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വേറൊരു അസ്ലഹിനെ കണ്ടു. താങ്ക് യു അൻവർക്ക. മാർക്സ് അറിയണ്ടേ? ചോദിക്കാം. നമുക്ക് ആരുടെ തുടങ്ങണം? ഫൈസൽ മാഷ് കമന്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് അൻവർക്കയുടെ അടുത്ത് മാർക്ക് വയ്ക്കാം. ഔട്ട് ഓഫ് 30 30-ൽ 29.5. 29.5. രഹനത്ത ഔട്ട് ഓഫ് 35 34.5. 34.5 and ഫൈസൽ മാഷ് 34.5. 34.5. So on total 98.5 out of 100. പോരട്ടെ, എനിക്ക് ഇത്ര സന്തോഷമുള്ളത് ചിരിക്കുകയും ചെയ്യും. ഇത്രയും നല്ല കമന്റ് ഇട്ടിട്ട് 98.5 ഈ ഒരു എക്സ്പ്രഷൻ വരുന്നുള്ളൂ. അപ്പൊ ഇതിന് മുന്നത്തെ പെർഫോമൻസിന് ഇതിനും കൂടുതൽ മാർക്ക് ഉണ്ടായിരുന്നോ? 97. അപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് അല്ലേ? ഇനി കൂടി നമുക്കൊരു പാട്ടും കൂടി ഉണ്ട് അല്ലേ? 100 വാങ്ങിയിരിക്കണം. നേരത്തെ തിരുമ്പി വരുമ്പേന്ന് പറഞ്ഞിട്ട് എല്ലാരെയും പേടിപ്പിച്ചിട്ടാണ് തിരിച്ചു വന്നത്. അതിലും ഗംഭീരമാവട്ടെ അടുത്തത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ നമ്മുടെ അസ്ലഹിന്റെ ഒരു തകർപ്പൻ കോമഡി പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്. എല്ലാവരും ഒന്ന് മൈൻഡൊക്കെ റിലാക്സ് ആയി. ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഇനിയും കേൾക്കണം എന്നൊരു ആഗ്രഹം, ഒരു ത്വര ഇങ്ങനെ വരും. പക്ഷെ തൽക്കാലത്തേക്ക് ഇന്ന് നമ്മളുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. വീണ്ടും മനോഹരമായ പെർഫോമൻസസുമായി തിരിച്ചു വരുന്നത് വരെ ദിസ് ഇസ് മീ ആതിര സൈനിങ് ഓഫ് ഫ്രം നാസ്കോ സിമൻസ് പുത്തൻകുട്ടിക്കുപ്പായം, പവർഡ് ബൈ ആധാർ ഗോൾഡൻ ഡയമണ്ട്സ്, പ്രസന്റഡ് ബൈ കിവി ഐസ്ക്രീംസ്. ഗുഡ് നൈറ്റ്.